നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേരള ഹിസ്റ്ററിയാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂറോപ്യന്മാരും അവരുടെ സംഭാവനകളും എല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. എല്ലതും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചതും അതുപോലെ തന്നെ നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ക്ലാസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ് അല്ലെ. നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു സംശയം വരും. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരല്ല, അതാരാണ്? അറബികളാണ് അല്ലെ. അപ്പൊ യൂറോപ്യന്മാരല്ല, അതാരാണ്? അറബികളാണ്. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് മാത്രമാണെങ്കിൽ അത് അറബികളാണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചാൽ അതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഓർത്തു വെച്ചേക്കണം, ആദ്യം വന്നവര് അല്ലെങ്കിൽ ആദ്യം വന്ന യൂറോപ്യരാണ് പോർച്ചുഗീസ് എന്ന് പറയുന്നത്. എന്നാൽ ആദ്യം വന്ന വിദേശികൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറബികളാണ്. ഓക്കെ, അപ്പോ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നത് ഡച്ചുകാർ വന്നിട്ടുണ്ട്, പിന്നീട് ബ്രിട്ടീഷുകാര്, ദെൻ ലാസ്റ്റ് ഫ്രഞ്ചുകാർ. അപ്പൊ ഈ ഓർഡറിൽ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ യൂറോപ്യന്മാരുടെ ആ ഒരു ആഗമനം എന്ന് പറയുന്നത് ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നീട് ഡച്ച് ആണ്, പിന്നീട് ബ്രിട്ടീഷുകാരും, ലാസ്റ്റ് ആണ് ആര്? ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർഡറിൽ പഠിച്ചു വെക്കാം. ആ ഓർഡർ പഠിച്ചു വെക്കാൻ നമുക്ക് എന്താ ഒരു കോഡ് വെച്ചാൽ മതി. പോർച്ചുഗീസിനെ നമുക്ക് എന്ത് ചെയ്യാം? പി ആക്കി എടുക്കാം, ഡച്ചുകാരെ ഡി ആക്കാം, ബ്രിട്ടീഷുകാരെ ബിയും, ഫ്രഞ്ചുകാരെ എഫും അല്ലെ. PDBF എന്ന് കൊടുത്താൽ മതി അല്ലെ. PDBF ഈ ഒരു ഓർഡർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓർഡർ തെറ്റിയിട്ട് തന്നിട്ട് അത് ഓർഡറിൽ കൃത്യമാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. PDBF അല്ലെ. പി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്, പിന്നീടാണ് ഡച്ചുകാര്, ദെൻ ബ്രിട്ടീഷുകാര്, ദെൻ ലാസ്റ്റ് വൺ ഫ്രഞ്ചുകാര്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് ഇവര് ഇങ്ങോട്ടല്ലേ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത്. ഇനി ചോദിക്കാറുള്ളതാണ്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ് അല്ലെ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഡച്ചുകാരാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കാം. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരെയാണ്. പിന്നെ ചോദിക്കാറുള്ളതാണ് പരന്ത്രീസുകാർ അല്ലെ. പരന്ത്രീസുകാർ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെയാണ്. അപ്പൊ പറങ്കികൾ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരും, ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരും, പരന്ത്രീസുകാർ എന്ന് പറയുന്നത് ആരാണ്? ഫ്രഞ്ചുകാരുമാണ്. ഓക്കെ, അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആണ്. പിന്നീട് വന്നവരാണ് ഡച്ചുകാര്, ഫ്രഞ്ചുകാര് അല്ലെ. PDBF എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ആൾക്കാരെ തന്നെ പഠിക്കാം. ആദ്യത്തെ ആളാരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. അല്ലെങ്കിൽ ആദ്യത്തെ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വാസ്കോഡഗാമയാണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതിൽ ഏത് വ്യക്തിയാണ് ആദ്യം എത്തിയത് എന്ന് ചോദിച്ചാൽ ആരാണ്? വാസ്കോഡഗാമയാണ് അല്ലെ. അപ്പൊ വാസ്കോഡഗാമ എന്ന് പറയുന്നത് ആരാണ്? ഒരു പോർച്ചുഗീസുകാരനാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വാസ്കോഡഗാമയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ചത് ആരാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അയച്ച വ്യക്തി എന്ന് പറയുന്നത് ഡോം മാനുവൽ ഒന്നാമനാണ്. പഠിച്ചു വെച്ചേക്ക. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് ആരാണ്? ഡോം മാനുവൽ ഒന്നാമനാണ്. അതുപോലെ തന്നെ ലിസ്ബണിൽ നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ വാസ്കോഡഗാമ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. ഓർത്ത് വെച്ചേക്ക. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ആരാണ്? ഡോം മാനുവൽ ഒന്നാമൻ. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെ. ചോദിക്കുന്നതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അല്ലെ. ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷ. അപ്പൊ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷ മുനമ്പ്. അതായത് നമ്മുടെ ആഫ്രിക്കയുടെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഈ ഒരു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേരിലാണ്. അപ്പൊ ആ വഴി ചുറ്റി വളഞ്ഞിട്ടാണ് ആര് വരുന്നത്? പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ ചോദിക്കും, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു മറ്റൊരു പോയിന്റ് ആണ്, ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? KM പണിക്കരാണ്. ചോദിക്കും, ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിളിച്ചത്
ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? KM പണിക്കരാണ്. പഠിച്ചു വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിളിച്ചത് KM പണിക്കരാണ്. ഇനി നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ എത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോഡഗാമയാണ്, അല്ലെങ്കിൽ യൂറോപ്യർ എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാരാണ്. അതിൽ യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വാസ്കോഡഗാമയാണ് അല്ലേ. അപ്പൊ അദ്ദേഹം വന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്നാണ്? 1498 മെയ് 20-നാണ്. ഓർത്തു വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. 1498 മെയ് 20, മാസവും ഡേറ്റും വേണം, ചോദിക്കുന്നതാണ്. അപ്പൊ വാസ്കോഡഗാമ ഇവിടെ എത്തിച്ചേർന്ന ദിവസം ചോദിച്ചാൽ 1498 മെയ് 20 അല്ലെ. മെയ് 20-നാണ് കോഴിക്കോട് കാപ്പാടാണ് വന്നത് അല്ലെ. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അപ്പൊ കാപ്പാടാണ് അദ്ദേഹം വരുന്നത്. എന്നാണ് വരുന്നത്? മെയ് 20 1498. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം, അദ്ദേഹം ഇവിടുന്ന് വന്നു, പിന്നീട് തിരിച്ചു പോയി അല്ലെ, പിന്നീട് വീണ്ടും വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ 2 പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 പ്രാവശ്യം അല്ലെ, 3 പ്രാവശ്യം ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വർഷം എന്ന് ഓർത്ത് വെക്കുക. ഒന്ന് 1498 ആണ്, രണ്ടാമത്തേത് 1502 ആണ്, ലാസ്റ്റ് വൺ 1524 ആണ്. അപ്പോൾ ചോദിക്കും വാസ്കോഡഗാമ ലാസ്റ്റ് വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1524 ആണ്. ആ ഒരു വർഷം തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതും. അതും ഇവിടെ നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അതും കൂടി ഓർത്തു വെച്ചേക്കുക. ആദ്യം വന്നത് 1498 മെയ് 20, പിന്നീട് 1502 വന്നിട്ടുണ്ട്, 1524 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അന്നാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റും കൂടി ഉണ്ട്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ അല്ലെ, അദ്ദേഹം കടൽ മാർഗമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കപ്പലും ഉണ്ടാവും. ആ കപ്പലിന്റെ പേരും കൂടി ഓർത്തു വെച്ചേക്കുക. കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. അപ്പോൾ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? അത് സെന്റ് ഗബ്രിയേൽ ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ എപ്പോഴും പഠിക്കുന്നത് വാസ്കോഡഗാമയെ മാത്രമാണല്ലേ. എന്നാൽ വാസ്കോഡഗാമയ്ക്കൊപ്പം അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാവികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അൽവാരോ വെൻഹോവ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കുക. വാസ്കോഡഗാമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നാവികൻ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. എന്താണ് പേര്? അൽവാരോ വെൻഹോവ്. അപ്പൊ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത്, അപ്പോൾ വാസ്കോഡഗാമ വന്നു, ഇവിടെ വാണിജ്യമൊക്കെ ചെയ്ത് ഒരുപാട് കച്ചവട സ്ഥാപനമൊക്കെ ഉറപ്പിച്ചു, അദ്ദേഹം പോവാണ് അല്ലെ, തിരിച്ചു പോവാണ്. പിന്നീട് വേറൊരു വ്യക്തിയും കൂടി, അല്ലെങ്കിൽ വേറൊരു പോർച്ചുഗീസുകാരൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ വരുന്നുണ്ട്. അതാരാണ്? അൽവാരിസ് കബ്രാൾ ആണ്. ഓക്കെ, അപ്പൊ വാസ്കോഡഗാമയ്ക്ക് ശേഷം വന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അൽവാരിസ് കബ്രാൾ ആണ്. പിന്നീട് അദ്ദേഹവും വന്ന് തിരിച്ചു പോയ ശേഷം വീണ്ടും വേറൊരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജാവോ ഡോ നോവ. ഓക്കെ, അപ്പൊ ഈ 3 പേരും കൂടി ഓർത്ത് വെച്ചേക്കാം. വാസ്കോഡഗാമ വന്നു, തിരിച്ചുപോയി. അതിനുശേഷം അൽവാരിസ് കബ്രാൾ വരുന്നുണ്ട്. പിന്നീട് ആര് വരുന്നുണ്ട്? ജാവോ ഡോ നോവയും കൂടി വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചേക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓർത്തിരിക്കേണ്ടത്, പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗോവയുണ്ട് അല്ലെ. നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ ഒരു കോളനിയാണ് ഗോവ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ കൂടെ ഓർത്തിരിക്കണം ദാമൻ ആൻഡ് ദിയു അല്ലെ. അപ്പൊ പോർച്ചുഗീസുകാരുടെ മറ്റൊരു കോളനിയാണ് ഏത്? ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് കോളനികൾ? ഗോവയും ദാമൻ ദിയുമാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം. പിന്നീട് ആ കൊച്ചി പിന്നീട് എങ്ങോട്ടേക്കാണ് മാറ്റിയത്? ഈ ഗോവയിലോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അവർ വന്ന സമയത്ത് അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ് അവർ തെരഞ്ഞെടുത്തത്. പിന്നീട് അവർ എങ്ങോട്ടേക്ക് മാറ്റിയ? കൊച്ചിയിൽ നിന്ന് ഗോവയിലോട്ടേക്ക് അവരുടെ തലസ്ഥാനം മാറ്റുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് എന്നാന്ന് ചോദിക്കാറുണ്ട്. അതെന്നാണ്? 1961-ലാണ്. കൂടുതൽ കാലം അവിടെ ഗോവയിലായിരുന്നു അവരുടെ ആധിപത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് പോർച്ചുഗീസുകാരിൽ നിന്ന് ആ ഗോവയെ മോചിപ്പിച്ചത് 1961-ലാണ്. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1961-ലാണ് ഗോവയെ ആരുടെ കയ്യിൽ നിന്ന്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ആ ഒരു നടപടിയെ നമ്മൾ എന്ത് പേരിലാ പറയാ? ഓപ്പറേഷൻ വിജയ്. ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ വിജയ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച ആ ഒരു നടപടിയെയാണ് നമ്മൾ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഏതാണ് വർഷം? 1961. ഓക്കെ, ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് 2 വൈസ്രോയിമാരുണ്ട്. ചോദിക്കാറുള്ളതാണ് ഈ 2 വൈസ്രോയിമാരും. ഒന്നാമത്തെ ആള് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. രണ്ടാമത്തെ ആള് അൽബൂഗർക്കാണ്. ഈ 2 ആൾക്കാരെയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെക്കാം. ഫ്രാൻസിസ്കോ ഡി അൽമേഡ അല്ലെ, നമ്മുടെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അൽമേഡ ആരാണ്? ഇന്ത്യയിലെ
ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമേഡ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീലജലനയം കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാ എന്ന് ചോദിച്ചാൽ അത് അൽമേഡയാണ് അല്ലെ. അപ്പൊ നീല അല്ലേ, എന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നീലജലനയം ആരാണ്? അൽമേഡ. ഓർത്ത് വെച്ചേക്ക, അൽമേഡ. നീലജലനയം ആരാണ്? അൽമേഡ. അപ്പൊ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അതുപോലെ തന്നെ നീലജലനയം കൊണ്ടുവന്നതും ആരാണ്? അൽമേഡയാണ്. ഇനി അടുത്ത വൈസ്രോയി ആണ് അൽബൂക്കർക്ക് അല്ലെ. അൽബൂക്കർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് അല്ലെ, അല്ലെങ്കിൽ രണ്ടാമത്തെ വൈസ്രോയി ആണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദിക്കുന്നതാണ്, ഇന്ത്യയില് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ അത് അൽബൂക്കർക്കാണ്. അപ്പൊ മാറിപ്പോകരുത്. ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് അൽമേഡ ആണെങ്കിലും പിന്നീട് അൽബൂക്കർക്കിന്റെ കാലത്താണ് ഒന്നുകൂടി ആ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം അവിടെ വ്യാപ്തിയാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അല്ലെ, അതായത് സാമ്രാജ്യമായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെ പറയുന്നത് ആരെയാണ്? അൽബൂക്കർക്കിനെയാണ്. അപ്പൊ മാറിപ്പോകരുത്. ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് അൽമേഡയാണ്. എന്നാൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബൂക്കർക്കാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, മിശ്ര കോളനി. ഓർത്തു വെച്ചേക്കാം, മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അൽബൂക്കർക്കാണ്. അപ്പൊ മിശ്ര കോളനി ആരാണ്? അൽബൂക്കർക്കാണ്. അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ ആദ്യ കോട്ടയായിട്ടുള്ള പള്ളിപ്പുറം കോട്ട അല്ലെ നിർമ്മിച്ചത് ആരുടെ കാലത്താന്ന് ചോദിച്ചാൽ അൽബൂക്കർക്കിന്റെ സമയത്തായിരുന്നു. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഏത് വൈസ്രോയിയുടെ കാലത്ത് അല്ലെങ്കിൽ ആരുടെ സമയത്തായിരുന്നു ഈ ഒരു പള്ളിപ്പുറം കോട്ട നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? ഏത് വൈസ്രോയിയുടെ കാലത്താണ്? അൽബൂക്കർക്കിന്റെ സമയത്താണ്, അല്ലെങ്കിൽ ആ കാലത്താണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് ഈ രണ്ട് വൈസ്രോയിമാരെ പറ്റി പഠിക്കാനുള്ളത്. രണ്ട് വൈസ്രോയിമാരാണ്, ഒന്ന് അൽമേഡയും രണ്ടാമത്തേതാണ് അൽബൂക്കർക്ക് അല്ലെ. ആദ്യത്തെ ആളാണ് അൽമേഡ, രണ്ടാമത്തെ ആളാണ് അൽബൂക്കർക്ക്. അൽമേഡയാണെങ്കിൽ ആദ്യത്തെ വൈസ്രോയും അതുപോലെ തന്നെ നീല ജലനയം കൊണ്ടുവന്ന വ്യക്തിയാണ്. അൽബൂക്കർക്കിനെ കുറിച്ചിട്ടാണ് കുറച്ചധികം പഠിക്കാനുള്ളത്. രണ്ടാമത്തെ വൈസ്രോയി ആണെങ്കിലും പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബൂക്കർക്കാണ്. മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നതും അൽബൂക്കർക്കാണ്. പള്ളിപ്പുറ കോട്ട നിർമ്മിച്ചതും ആരാണ്? അൽബൂക്കർക്കാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പോർച്ചുഗീസുകാരുമായിട്ട് നിരന്തരം ആക്രമണങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കുഞ്ഞാലി മരക്കാർ ആരാണ്? സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിയാണ് ആര്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട്, സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? കുഞ്ഞാലി മരക്കാറാണ്. അവരുടെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയ്ക്കലാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക, കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കലിലെ പുതുപ്പണം കോട്ട എന്ന സ്ഥലമാണ്. ചിലപ്പം കോട്ടയ്ക്കൽ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്ന് കൊടുക്കും. രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പണം കോട്ടയാണ് ഈ ഒരു കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഓർത്തിരിക്കേണ്ടത്, കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് 4 പേരാണ് അല്ലെ. അപ്പൊ 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. അതിൽ എല്ലാ ആൾക്കാരുടെയും പേരൊന്നും പഠിക്കണ്ട. എന്നാൽ നമുക്ക് ആദ്യത്തെ ആളും നാലാമത്തെ ആളെയും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആദ്യത്തെ ആളെന്ന് പറയുന്നത് കുട്ടി അഹമ്മദ് അലിയാണ്. ഓക്കെ, അഹമ്മദ് ആണ് കേട്ടോ, കുട്ടി അഹമ്മദ് അലി. അപ്പൊ കുഞ്ഞാലി ഒന്നാമൻ എന്ന് പറയുന്നത് കുട്ടി അഹമ്മദ് അലിയാണ്. അദ്ദേഹത്തിനെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ അയാളുടെ ഒരു സമരതന്ത്രം എന്ന് പറയുന്നത് അടിച്ചിട്ടിട്ട് കടന്നു കളയുക അല്ലെ. അതായത് ആരെങ്കിലും എതിരാളിനെ അടിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് അവിടെ നിന്ന് അയാൾ തിരിയുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് കടന്നു കളഞ്ഞു പോവുക. അതായിരുന്നു ആരുടെ സമരതന്ത്രം എന്ന് പറയുന്നത്? നമ്മുടെ കുഞ്ഞാലി ഒന്നാമന്റെ സമരതന്ത്രം എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? കുട്ടി അഹമ്മദ് അലിയാണ് അല്ലെ. കുട്ടികളല്ലേ, കുട്ടികളൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലേ, എന്തെങ്കിലും അടിച്ചിട്ട് പെട്ടെന്ന് ഓടിക്കളയും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, കുട്ടി അഹമ്മദ് അലിയാണ്. ഇനി നാലാമത്തെ ആളാണ് ആര്? മുഹമ്മദ് അലി മരക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുഹമ്മദ് അലി മരക്കാർ എന്ന് പറയുന്നതാണ് ആര്? കുഞ്ഞാലി നാലാമൻ എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കുഞ്ഞാലി നാലാമൻ ആരാണ്? മുഹമ്മദ് അലി മരക്കാർ. ഓർത്ത് വെക്കണം, മുഹമ്മദ് അലി മരക്കാർ. ഇനി ഓർത്തിരിക്കേണ്ടത്, കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചോദിച്ചാൽ അത് ഏതാണ്? ചാലിയം കോട്ടയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞാലി മരക്കാരുടെ അല്ലെ, അവരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയെടുത്ത കോട്ടയാണ് ഏത്? ചാലിയം കോട്ട. അപ്പൊ ചോദിക്കാം, ചാലിയം കോട്ട എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? ഈ ഒരു കുഞ്ഞാലി മരക്കാരുടെ ഒക്കെ ആക്രമണമൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയെടുത്തതാണ് ഏത്? ചാലിയം കോട്ട എന്ന് പറയുന്നത്. അതിന്റെ വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1531 അല്ലെ. 1531 ഏത്? ഈ ചാലിയം കോട്ട പണിയുന്നത്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചോദിച്ചാൽ അത് ഏതാണ്? ചാലിയം കോട്ടയാണ് അല്ലെ. അപ്പൊ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചാലിയം കോട്ടയാണ്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, കുഞ്ഞാലി നമ്മൾ നാലാമൻ ആരാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. ആരാണ്? മുഹമ്മദ് അലി മരക്കാറാണ്.
അപ്പം അദ്ദേഹത്തെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർച്ചുഗീസുകാർ അല്ലെ, പോർച്ചുഗീസുകാർ വധിച്ച കുഞ്ഞാലി ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി നാലാമനെയാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ നമ്മുടെ ഗോവയിൽ വെച്ചിട്ട്, എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ട് വധിക്കുന്നത്. ഏതാ വർഷം? അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, 1600 അപ്പൊ കുഞ്ഞാലി നാലാമനെയാണ് ആര് വധിക്കുന്നത്? പോർച്ചുഗീസുകാർ വധിക്കുന്നത് 1600 എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കുഞ്ഞാലി നാലാമന്റെ സ്മരണാർത്ഥം അല്ലെ, അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം INS കുഞ്ഞാലി എന്ന പേരിലൊരു നാവിക അക്കാദമി ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം, INS കുഞ്ഞാലി എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മുംബൈ ആണ്. INS കുഞ്ഞാലി എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മുംബൈയിലാണ്. ഇനി കുഞ്ഞാലി മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചാൽ അത് ഇരിങ്ങലാണ് കേട്ടോ. ഒന്നെങ്കിൽ വടകര എന്നുണ്ടോ അല്ലെങ്കിൽ ഇരിങ്ങൽ. അപ്പൊ കുഞ്ഞാലി മ്യൂസിയം എന്ന് പറയുന്നത് ഇരിങ്ങലാണ്, വടകരയിലുള്ള സ്ഥലമാണ് ഇരിങ്ങൽ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഇരിങ്ങലാവും അല്ലെങ്കിൽ വടകര എന്നാവും, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കുഞ്ഞാലി നാലാമനെയാണ് ആര് വധിക്കുന്നത്? പോർച്ചുഗീസുകാർ വധിക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്, 1600 INS കുഞ്ഞാലി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ ആണ്. കുഞ്ഞാലി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇരിങ്ങലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ കുറച്ച് സംഭാവനകൾ കൂടി ഉണ്ട്, അതും കൂടി നോക്കണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അച്ചടിശാലകൾ തന്നെയാണ് അല്ലെ. അപ്പൊ അവരാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ അച്ചടിശാലകളൊക്കെ കൊണ്ടുവരുന്നത്. എവിടെയാണ്? ഗോവയിലാണ് അവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. 1577 ഈ വർഷമൊക്കെ നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്, ചോദിക്കാം. അപ്പോൾ പോർച്ചുഗീസുകാർ അച്ചടിശാലകൾ എവിടെ ആരംഭിക്കുന്നത്? ഗോവയിലാണ്. അവരാണ് ഈ അച്ചടിശാലകളൊക്കെ കൊണ്ടുവരുന്നത്. 1577 ഈ ഒരു അച്ചടിശാലകൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പറഞ്ഞില്ലേ ആദ്യത്തെ കോട്ട, ഇവിടെ അല്ലേ ആദ്യത്തെ കോട്ട പണിയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അവരുടെ ആദ്യത്തെ കോട്ട ഏതാണ്? മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട എന്ന് പറയാറുണ്ട്. അപ്പൊ ആദ്യത്തെ യൂറോപ്യന്മാരുടെ കോട്ട എന്ന് പറയുന്നത് ഏതാണ്? മാനുവൽ കോട്ട, അല്ലെങ്കിൽ മാനുവൽ കോട്ടയുടെ മറ്റൊരു പേരാണ് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത്. 1503 അത് നിർമ്മിക്കുന്നത്. ആ വർഷം ചോദിക്കുന്നതാണ്, 1503 അല്ലെ. അപ്പൊ 1503 ഈ മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട പണിയുന്നത്. ഓർത്ത് വെച്ചേക്കാം, പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ടയാണ്, അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആദ്യത്തെ കോട്ടയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു സംഭാവനയാണ് ചവിട്ടുനാടകം അല്ലെ. അപ്പൊ ചവിട്ടുനാടകം എന്നൊരു കലാരൂപം കൊണ്ടുവരുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓർത്ത് വെച്ചേക്കണം, എന്തൊക്കെയാണ്? അച്ചടിശാലകൾ കൊണ്ടുവന്നവര് 1577 ഗോവയിലാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അവരുടെ യൂറോപ്യന്മാരുടെ ആദ്യത്തെ കോട്ടയായിട്ടുള്ള മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട ഒക്കെ നിർമ്മിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് അല്ലെ. 1503 മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട പണിയുന്നത്. അതുപോലെ തന്നെ ചവിട്ടുനാടകം എന്നൊരു കലാരൂപമൊക്കെ കൊണ്ടുവരുന്നതും പോർച്ചുഗീസുകാരാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അവരുമായി ബന്ധപ്പെട്ടൊരു കൃതികളുണ്ട്. അതായത് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി ചോദിച്ചാൽ ഏതാണ്? തുവഫുത്തുൽ മുജാഹിദീൻ ആണ്. ഏതാണ്? തുവഫുത്തുൽ മുജാഹിദീൻ അല്ലെ. എന്താണ് ചോദ്യം? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി ചോദിച്ചാൽ ഏതാണ്? തുവഫുത്തുൽ മുജാഹിദീൻ. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കുന്നത്. ഇതൊക്കെ ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് അല്ലെ. ആരാണ് എഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീൻ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? തുവഫുത്തുൽ മുജാഹിദീൻ ആണ്. അപ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തുവഫുത്തുൽ മുജാഹിദീൻ ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തുവഫുത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എഴുതിയത്. 16-ാം നൂറ്റാണ്ടിലാണ് അത് രചിക്കുന്നത്. അതുപോലെ ഇവിടെ രണ്ട് മറ്റു പ്രധാന കൃതികളും കൂടി ഓർത്തു വെക്കാം. ഒന്ന് ഫത്തുൽ മുബീനും അതുപോലെ തന്നെ ഫത്തുൽ മുജാഹിദീനും. അപ്പോൾ ഫത്തുൽ മുബീൻ എന്ന് പറഞ്ഞാൽ എഴുതിയത് ഗാസി മുഹമ്മദ് ആണ്. ചോദിക്കുന്നതാണ്, ഫത്തുൽ മുബീൻ ആണെങ്കിൽ ഗാസി മുഹമ്മദും ഫത്തുൽ മുജാഹിദീൻ അല്ലെ, മുജാഹിദീൻ ആണെങ്കിൽ സൈനുലാബ്ദീൻ അല്ലെ, മുജാഹിദീൻ സൈനുലാബ്ദീൻ ആണ്. എന്നാൽ തുവഫുത്തുൽ മുജാഹിദീൻ ആണെങ്കിൽ ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. ഒന്നും മാറിപ്പോകരുത്, കൃത്യമായിട്ട് നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ അടുത്തടുത്ത് എഴുതി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, ഇത്രയാണ് പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. ഒന്ന് തുവഫുത്തുൽ മുജാഹിദീൻ, അതിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഫത്തുൽ മുബീൻ ഉണ്ട്, ഫത്തുൽ മുജാഹിദീൻ ഉണ്ട്. ഫത്തുൽ മുബീൻ ആണെങ്കിൽ ഗാസി മുഹമ്മദും ഫത്തുൽ മുജാഹിദീൻ ആണെങ്കിൽ സൈനുലാബ്ദീനും ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത യൂറോപ്യൻ എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. അപ്പൊ ഡച്ചുകാരെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കാം. ഒന്നാമത്തേത്
ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ AD 1602 അപ്പോൾ AD 1602 ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏതാന്ന് ചോദിച്ചാൽ അത് മസൂലി പട്ടണമാണ്. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? അത് മസൂലി പട്ടണമാണ്. ഇനി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് ആധിപത്യം സ്ഥാപിച്ചത് ആരാണ്? ഡച്ചുകാരാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം പോർച്ചുഗീസുകാർ ആദ്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആരുണ്ട്? പോർച്ചുഗീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ആര് വരുന്നത്? ഡച്ചുകാർ വരുന്നത്. അങ്ങനെ ഡച്ചുകാർ എന്ത് ചെയ്യുന്നു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് കൊല്ലത്തെ എന്ത് ചെയ്യുന്നു? അവരുടെ കീഴിലാക്കിയിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ആ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1658. അപ്പൊ ചോദിക്കാറുണ്ട് ഡച്ചുകാരുടെ കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ച സ്ഥലം ചോദിച്ചാൽ അത് കൊല്ലമാണ് കേട്ടോ. ആദ്യമായിട്ട് ആധിപത്യം സ്ഥാപിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. വർഷം കൂടി ഓർത്തു വെച്ചേക്ക, 1658. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അഡ്മിറൽ വാൻ ഗൂൺസ് കേട്ടോ. അതും കൂടി ആ പേരും കൂടി ഓർത്തു വെക്കാം. അപ്പൊ അഡ്മിറൽ വാൻ ഗൂൺസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം അവരുടെ ആധിപത്യത്തിന് കീഴിലാക്കുന്നത്. വർഷം ചോദിച്ചാൽ 1658. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602 AD 1602. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ചോദിച്ചാൽ അത് മസൂലി പട്ടണമാണ്. അതുപോലെ കൊല്ലം എന്നാണ് അവർ ആധിപത്യം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ 1658. ഇനി ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ. നമ്മുടെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ ഒരു ഗ്രന്ഥമാണ് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണ്, ഒരു ബുക്കാണ്. അതിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മലബാറിന്റെ പൂന്തോട്ടം എന്നും ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെങ്കിൽ മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ചോദിച്ചാലും ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഡച്ചുകാരുടെ സംഭാവനയാണ്. എന്നാൽ ഇതിലെ ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയാണ്. ഓർത്തു വെച്ചേക്കണം, ലാറ്റിൻ ഭാഷയിലാണ് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയിട്ടുള്ളത്. അതിന്റെ മറ്റൊരു പേരാണ് കേരള രാമം എന്ന് പറയുന്നത് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? കേരള രാമം അല്ലെ. ഇപ്പൊ ചോദിക്കാം, കേരള രാമം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഹോർത്തൂസ് മലബാറിക്കസിനെയാണ്. മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇനി അത് എഴുതിയ ആ ഒരു തയ്യാറാക്കിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1678 മുതൽ 1703 വരെയാണ്. ഓക്കെ, 1678 മുതൽ അല്ലെ 1678 മുതൽ 1703 വരെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കുന്നത്. 12 വാല്യങ്ങളിലായിട്ടാണത് തയ്യാറാക്കുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1678 പഠിക്കാൻ എളുപ്പമല്ലേ? 6, 7, 8 അല്ലെ. 1678 മുതൽ 1703 വരെയാണ് അതിന്റെ കാലഘട്ടം, അത് തയ്യാറാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത്. 12 വാല്യങ്ങളിലായിട്ടാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതേതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഓക്കെ, ഇപ്പം മലയാളത്തിൽ അല്ലേ, മലയാള ലിപി എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ആ ഒരു ബുക്കിൽ അച്ചടിച്ചിട്ടുണ്ട്. അത് ലാറ്റിൻ ഭാഷയിലാണെങ്കിലും കൂടിയിട്ട് അതിൽ മലയാളത്തിലല്ലേ, മലയാളത്തിൽ 1-2 വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കാം, മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണത്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇനി ഇത് പ്രസിദ്ധീകരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആംസ്റ്റർഡാമിലാണ് കേട്ടോ. ആംസ്റ്റർഡാം എന്ന് പറയുന്നത് നെതർലൻഡ് ആണ്. അപ്പൊ നെതർലൻഡിലെ ആംസ്റ്റർഡാമിലാണ് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു ബുക്കിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ ആദ്യം പ്രതിപാദിക്കുന്ന ഒരു സസ്യമുണ്ട്. ആ സസ്യത്തിന്റെ പേരെന്താണ്? തെങ്ങാണ്. അതുപോലെ തന്നെ അവസാനം അല്ലെ, ആ ബുക്കിന്റെ അവസാനം കൊടുക്കുന്ന ഒരു സസ്യമുണ്ട്, അത് ആലാണ്. ഓർത്തു വെച്ചേക്ക, ആദ്യം ഏതാന്ന് ചോദിച്ചാൽ തെങ്ങാണ്. മാറിപ്പോകരുത്, ആദ്യം എന്ന് കേൾക്കുമ്പോൾ ആൽ എന്ന് പറയരുത്. ആദ്യം തെങ്ങാണ്, പിന്നീട് അവസാനമാണ് ആലിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത്. ഇനി ഇതിന് ഈ ഒരു ബുക്ക് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻ റീഡ് ആണ്. ഓർത്തു വെച്ചേക്കാം, ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. ഇനി ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ KS മണിലാൽ ആണ് കേട്ടോ. ഓർത്തു വെച്ചേക്കണം, KS മണിലാൽ ആണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. അപ്പൊ മലബാറിന്റെ പൂന്തോട്ടം, അതുപോലെ തന്നെ കേരള രാമം എന്നൊക്കെ അറിയപ്പെടുന്നു. ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയത്. ഡച്ചുകാരുടെ സംഭാവനയാണ്. തയ്യാറാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത് 1678 മുതൽ 1703 വരെയാണ്. 12 വാല്യങ്ങളിലായിട്ടാണ് തയ്യാറാക്കിയത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ്. അതുപോലെ ആംസ്റ്റർഡാമിലെ, നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പ്രതിപാദിച്ചിട്ടുള്ള സസ്യം എന്ന് പറയുന്നത്, ആദ്യം പറയുന്ന സസ്യം തെങ്ങാണ്, അവസാനം പറയുന്ന സസ്യം ഏതാണ്? ആലാണ്.
അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ് കേട്ടോ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അഡ്മിറൽ വാൻ റീഡ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് KS മണിലാൽ ആണ്. ഓക്കെ, ഇനി അടുത്ത യൂറോപ്യനിലെ നമ്മുടെ ബ്രിട്ടീഷുകാരെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷുകാരെ പറ്റിയിട്ട് നമുക്ക് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം. ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷുകാരൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് കേട്ടോ. ചോദിക്കുന്നതാണ്. കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണത്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് കരുതുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് കേട്ടോ. മാറിപ്പോകരുത്. ഇപ്പൊ മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന് പറയുന്നത് ആദ്യമായിട്ടില്ല, നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷുകാരനാണ്. എന്നാൽ ആരുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്? ആരുമായിട്ടാണ്? സാമൂതിരിയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നത് ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ വ്യക്തി അല്ലേ, ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. രണ്ടും മാറരുത്, ക്യാപ്റ്റൻ കീലിംഗ് ആണ് അത്. ഇനി ഓർത്തിരിക്കേണ്ടത്, ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകളെ പറ്റി പഠിക്കാനുണ്ട് അല്ലെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് പണ്ടകശാലകൾ എന്ന് പറഞ്ഞാൽ? അവരുടെ സംഭരണ കേന്ദ്രങ്ങളാണ് അല്ലെ, അവരുടെ ആയുധങ്ങളും മറ്റൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സംഭരണ കേന്ദ്രങ്ങളാണ് ഇത് പണ്ടകശാലകൾ എന്ന് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അല്ലെ നമ്മുടെ കേരളത്തിൽ കുറച്ച് പണ്ടകശാലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്തുണ്ട്, തലശ്ശേരി ഉണ്ട്, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ അഞ്ചുതെങ്ങ്. ഈ 4 എണ്ണം ഓർത്ത് വെച്ചേക്കണം. വിഴിഞ്ഞം, തലശ്ശേരി, ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്. ഈ 4 സ്ഥലത്തും അവരുടെ പണ്ടകശാലകളുണ്ട്. എവിടേക്കാണ്? ടെക്സ്റ്റ് ബുക്കിൽ, +2 ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തതാണ്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചേക്ക്. അവരുടെ പണ്ടകശാലകൾ എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത്, തലശ്ശേരി, ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ് അല്ലെ. വിഴിഞ്ഞം, തലശ്ശേരി, ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്. അതിലെ ആദ്യത്തെ പണ്ടകശാല എന്ന് പറയുന്നത് വിഴിഞ്ഞത്താണ്. ഓർത്ത് വെച്ചേക്കണം. ആദ്യത്തെ പണ്ടകശാല എവിടെ ആരംഭിക്കുന്നത്? വിഴിഞ്ഞത്താണ്. അതുപോലെ തന്നെ അഞ്ചുതെങ്ങിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആദ്യ കോട്ട സ്ഥാപിച്ചത് എവിടെയാണ് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങാണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട സ്ഥാപിച്ചത് എവിടെയാണ്? അത് അഞ്ചുതെങ്ങാണ്. എന്നാൽ ആദ്യത്തെ പണ്ടകശാല എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഫ്രഞ്ചിലെ ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ 1664 കേട്ടോ. ഓർത്ത് വെച്ചേക്ക. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? പോണ്ടിച്ചേരിയാണ്. ഇനി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൂററ്റ് ആണ്. ഓർത്ത് വെച്ചേക്കണം, രണ്ടും മാറരുത്. ഇപ്പൊ ഡച്ചുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഉണ്ടല്ലേ, മസൂലി പട്ടണം എന്ന് പറഞ്ഞു. അതുപോലെ ഫ്രഞ്ചുകാരുടെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? സൂററ്റ് ആണ്. ഓക്കെ, അപ്പൊ മാറരുത്. അപ്പൊ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൂററ്റ് ആണ്. എന്നാൽ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പോണ്ടിച്ചേരിയാണ്. ഇനി ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള വ്യാപാര കേന്ദ്രങ്ങൾ മാഹി, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ മാഹി, യാനം അല്ലെ, മാഹി, യാനം, പിന്നെ പോണ്ടിച്ചേരി. അതുപോലെ ചന്ദ്രനഗർ, കാരക്കൽ ഇവിടെയും കൂടി ഉണ്ട്. അപ്പൊ മാഹി, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ ഇവിടേക്കാണ് അവരുടെ വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം എന്ന് ചോദിച്ചാൽ അതേതാണ്? വാണ്ടിവാഷ് യുദ്ധമാണ്. അപ്പൊ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? അത് വാണ്ടിവാഷ് യുദ്ധമാണ്. വർഷം ചോദിക്കാം 1760. അപ്പോൾ 1760 വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ഫ്രഞ്ചുകാർ ഇവിടെ നിന്ന് വിട്ടുപോകാൻ കാരണമായിട്ടുള്ള യുദ്ധം ചോദിച്ചാൽ ഏതാണ്? അത് വാണ്ടിവാഷ് യുദ്ധമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ യൂറോപ്യന്മാരെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത് യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രധാന വിദ്യാഭ്യാസപര രംഗത്തും മറ്റു രംഗത്തൊക്കെ ഉള്ള പ്രധാന സംഭാവനകളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെയാണ് അവരുടെ നിഘണ്ടു, ഗ്രാമർ ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ചോദിക്കുന്നതാണ്, മനസ്സിലാക്കി പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൂർണ്ണമായും മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ചോദിച്ചാൽ അതേതാണ്? സംക്ഷേപ വേദാർത്ഥമാണ് കേട്ടോ. അപ്പൊ പൂർണ്ണമായും മലയാളത്തിൽ അല്ലെ, ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മലയാളത്തിലാണ്. അപ്പൊ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥം ചോദിച്ചാൽ അത് ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. 1772 സംക്ഷേപ വേദാർത്ഥം അച്ചടിക്കുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം.
അപ്പൊ പൂർണ്ണമായും മലയാളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ ഏതാണത്? സംക്ഷേപ വേദാർത്ഥമാണ്. 1772 ചോദിച്ച വർഷമാണ് കേട്ടോ. 1772 ഇനി ആദ്യത്തെ നിഘണ്ടു അല്ലെ, ഇവിടെയുള്ള ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരിയാണ് അല്ലെ. അർണോസ് പാതിരിയാണ് ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കുന്നത് അല്ലെ. നമുക്കൊരു പാതിരാത്രി ഇരുന്നിട്ടാണ് ആ നിഘണ്ടു ഒക്കെ തയ്യാറാക്കുന്നത്, അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോൾ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരിയാണ്. അതുപോലെ തന്നെ ആദ്യ ഗ്രാമർ ബുക്ക് അല്ലെ, ആദ്യ ഗ്രാമർ ബുക്ക് തയ്യാറാക്കുന്നത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിഘണ്ടുവും അതുപോലെ തന്നെ വ്യാകരണ ഗ്രന്ഥവും ഒക്കെ അർണോസ് പാതിരി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ആഞ്ചലോസ് ഫ്രാൻസിസ് എന്നായിരുന്നു ആൻസർ ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ആദ്യ ഗ്രാമർ ബുക്ക് തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇനി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അല്ലെ, നിഘണ്ടു എന്ന് മാത്രമാണെങ്കിൽ അത് അർണോസ് പാതിരിയാണ്. എന്നാൽ രണ്ട് നിഘണ്ടു ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഉണ്ട്, അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ട് അല്ലെ. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എഴുതി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണ് അല്ലെ, പ്രാധാന്യം നോക്കുക, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട്. അപ്പൊ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയാണ്. എന്നാൽ മലയാളം ഇംഗ്ലീഷ് അല്ലെ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടുള്ള നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ് അല്ലെ. നമ്മുടെ കേരള പഴമ തയ്യാറാക്കിയതൊക്കെ ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം മലയാളമൊക്കെ അറിയുന്ന ആലോചിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടുള്ള നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അദ്ദേഹത്തിന്റെ കേരള പഴമ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കേരള പഴമ തയ്യാറാക്കിയതും ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അതുപോലെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതും ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ഇനി മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേട്ടോ. അപ്പൊ മലയാളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് വരുന്നത്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെങ്കിലും കേരള പഴമ തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം അല്ലെ, ഗ്രാമർ ബുക്ക് തയ്യാറാക്കിയത് മലയാളത്തിലുള്ളതാണ്, ഓർത്ത് വെച്ചേക്കണം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇനി ഓർത്തിരിക്കേണ്ടത് പത്രങ്ങളാണ്. നമ്മുടെ രാജ്യസമാചാരം ഉണ്ട്, അതുപോലെ തന്നെ പശ്ചിമോദയം ഉണ്ട്. അപ്പൊ ആദ്യത്തെ പത്രമാണ് ഇത് രാജ്യസമാചാരം എന്ന് പറയുന്നത് അല്ലെ. അതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണ്. വർഷം എന്നാണ്? 1847 പ്രസിദ്ധീകരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് പശ്ചിമോദയം കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ്. രാജ്യസമാചാരമാണ് ആദ്യത്തേത് എന്ന് പറയുന്നത്, എന്നാൽ ആ വർഷം തന്നെയാണ് പശ്ചിമോദയവും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ രാജ്യസമാചാരവും പശ്ചിമോദയവും ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണ്. അപ്പൊ രാജ്യസമാചാരം പശ്ചിമോദയം ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ട്. എന്നാൽ ആദ്യ പത്രം ചോദിച്ചാൽ അത് രാജ്യസമാചാരമാണ്. വർഷം ഏതാണ്? 1847. പശ്ചിമോദയവും 1847 തന്നെയാണ്. ഇനി അടുത്തത് മെഷീനറി സംഘങ്ങളാണ് അല്ലെ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള മെഷീനറി സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്ന് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓർത്തിരിക്കേണ്ടത് മൂന്നെണ്ണാണ് അല്ലെ. ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെ, LMS എന്ന് പറയും. അപ്പൊ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഓരോരോ മിഷണറികളാണ്. അപ്പൊ അവര് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ആണ് കേട്ടോ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്? തിരുവിതാംകൂർ മേഖലയിലാണ്. അതുപോലെ തന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി അല്ലെ, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം അന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ 3 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. തിരുവിതാംകൂർ ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചി ഉണ്ട്, മലബാർ ഉണ്ട് അല്ലെ. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂർ മാത്രമായിരുന്നു. അതുപോലെ ചർച്ച് അല്ലെ, ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ട് അല്ലെ. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ചർച്ച് എന്ന് പറയുമ്പോൾ ചർച്ചയായിട്ട് ആലോചിക്കുക അല്ലെ. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും 2 ആൾക്കാർ വേണം. അപ്പോൾ ഇവിടെ 2 ആൾക്കാരുള്ളത് കൊച്ചിയും തിരുവിതാംകൂറും ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മുടെ BEM എന്നറിയപ്പെടുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. BEMന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എവിടെയാണ്? മലബാർ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ BEM അല്ലെങ്കിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എവിടെയാണ്? മലബാർ ഏരിയ ആണ്. അപ്പൊ ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ട്. അതുപോലെ ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണെങ്കിൽ തിരുവിതാംകൂർ മാത്രമാണ്, ഓർത്തു വെച്ചേക്കാം. ഇനി കുറച്ച് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കൊച്ചി മേഖലയിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഡാവ്സൺ ആണ് കേട്ടോ. 1818 അല്ലെങ്കിൽ 1818 കൊച്ചിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കൊച്ചിയിൽ ആദ്യമായിട്ടൊരു വിദ്യാലയം സ്ഥാപിക്കുന്നത് ആരാണ്? ഡാവ്സൺ ആണ്. അതുപോലെ നാഗർകോവിൽ അല്ലെ, നാഗർകോവിൽ അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചത് ട്വിങ്കിൾ ടാബ് ആണ് കേട്ടോ. അപ്പൊ നാഗർകോവിൽ അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗത്തൊക്കെ വിദ്യാലയം സ്ഥാപിച്ചത് ട്വിങ്കിൾ ടാബ് ആണ്, ഓർത്ത് വെച്ചേക്കുക, ട്വിങ്കിൾ ടാബ്.
ഇനി കണ്ണൂരിൽ അല്ലേ, കണ്ണൂർ ഭരണശ്ശേരിയിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചത് ഹബിക് ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, ഹബിക് ആണ് കണ്ണൂർ ഭരണശ്ശേരിയിൽ സ്കൂൾ സ്ഥാപിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ടത് 2 വർഷമാണ്. തിരുവനന്തപുരം മഹാരാജാസ് കോളേജും അതുപോലെ എറണാകുളം മഹാരാജാസ് കോളേജും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. ഒരു പ്രാവശ്യം എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിതമായ വർഷം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കാം. തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് 1866ഉം എറണാകുളം മഹാരാജാസ് കോളേജ് എന്നാണ് 1877 ആണ് കേട്ടോ. ഒന്ന് 1866ഉം എറണാകുളത്തേത് എന്നാണ് 1875 ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.